തൃശൂർ പീച്ചി താമര വെള്ളച്ചാലിൽ കാട്ടാന 60കാരനെ ചവിട്ടിക്കൊന്നു. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. വനത്തിലാണ് മൃതദേഹം കണ്ടത്. ഡാനി പോൾ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് പുറത്തേക്ക് വരുന്നത്? കാട്ടാന ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ പീച്ചിയിൽ ആദിവാസിയായിട്ടുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വനത്തിന് ഉള്ളിലാണ് മൃതദേഹം കണ്ടത്. ആക്രമണം ഉണ്ടായതും വനത്തിനകത്താണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദിവാസിയായ താമരവെള്ളച്ചാലിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആദിവാസിയായ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡാനി, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്ത് വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ? അപർണ, ഇതിൽ ഇപ്പോൾ വനം വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കാരണം വനം വകുപ്പിന് ഇന്നാണ് വിവരം ലഭിക്കുന്നത്. പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു അനുമാനമുള്ളത്. വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആളുകൾ 2 പേരാണ് ഇതിൽ ആനയുടെ മുന്നിൽപ്പെട്ടത്, കാട്ടാനയുടെ മുന്നിൽപ്പെടുകയും ചെയ്തത്. ഇതിൽ താമരവെള്ളച്ചാൽ സ്വദേശിയായ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് പ്രഭാകരനുമാണ് ഇവിടേക്ക് പോയത്. 60 വയസ്സുള്ള പ്രഭാകരന് മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രഭാകരനാണ് മരണമടഞ്ഞത്. ഇതിൽ ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് അത് നേരത്തെയും ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ മേഖലയിൽ കാട്ടാനയുടെ ഒരു ശല്യമുണ്ട് എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിരുന്ന കാട്ടാന ആക്രമണത്തിൽ നിന്ന് പലരും തന്നെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുകയും ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഈ മരണവിവരം പുറത്തു വരുന്നത് തന്നെ വളരെ വൈകിയാണ് ഈ മരണവിവരം പുറത്തു വരുന്നത്. പീച്ചി ഡാമിന്റെ റിസർവോയറോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. പുന്നക്കായ പെറുക്കാൻ വേണ്ടിയാണ് ഇവർ വനത്തിലേക്ക് പോകുന്നത്. അവർ അങ്ങനെ ശേഖരിച്ച് അതിൽ നിന്നാണ് ഉപജീവനമടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പോയിട്ടും ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രഭാകരൻ, 60 വയസ്സുള്ള പ്രഭാകരൻ ആന ചവിട്ടിക്കൊന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പീച്ചി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന ഉൾവനത്തിലാണ് ഈ സംഭവം നടന്നിരുന്നത്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഇതെന്നാണ് പറയുന്നത്. മൃതദേഹം ഇതുവരെയും പുറത്തെത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പീച്ചി പോലീസ് സംഘവും അവിടേക്ക് കാട്ടിനകത്തേക്ക് തിരിച്ചിട്ടേ ഉള്ളൂ. ഇനി മൃതദേഹം പുറത്തെത്തിക്കേണ്ട നടപടികളടക്കം പൂർത്തിയാക്കാനുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് ഈ കാട്ടാനയുടെ ശല്യം ഈ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായിട്ട് തുടരുകയാണ്. അതിൽ ഒടുവിലത്തെ ഇരയാകുകയാണ് ഇപ്പോൾ പ്രഭാകരൻ എന്നൊരാൾ കൂടി. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും കാര്യങ്ങളും തന്നെ അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ പീച്ചി പോലീസ് മൃതദേഹം ഉള്ള ഈ കാടിലെ അകത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾ തുടങ്ങുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളും അതിനോടനുബന്ധിച്ച് മാത്രം അറിയാൻ കഴിയൂ. പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അപർണ, ഡാനി പോളാണ് വിവരങ്ങൾ. ഇന്ത്യക്കാരെ വിലങ്ങിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട വൈറ്റ് ഹൌസ്. കൈയും കാലും ബന്ധിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. സന്തോഷമുള്ള കമന്റോടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക്. നാടുകടത്തൽ തുടരാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ളത് വ്യക്തം. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നു. രഞ്ജിത്ത്, ഇന്ത്യയടക്കം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുമ്പോഴും ഈ വിഷയത്തിനകത്ത് ഇതൊരു നയപരമായ നിലപാടാണ് എന്ന് ആവർത്തിക്കുന്ന ട്രംപ്, അത് സമൂഹ മാധ്യമങ്ങളിൽ പകർത്തുന്ന ഇലോൺ മസ്കും തുടരും ഈ നാടുകടത്തൽ ശക്തമായി എന്ന് തന്നെയുള്ള സന്ദേശം വ്യക്തമായി നൽകുകയാണ് അല്ലേ? തീർച്ചയായും പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലായി 3 വിമാനങ്ങളിലായി 300-ലധികം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്നും അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്. ഇവരെ ഈ ചങ്ങലയും മറ്റും ഇട്ട് ബന്ധിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപകമായ പ്രതിഷേധം ഇന്ത്യയിലുടനീളം അലയടിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പ്രകോപനപരമായ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇലോൺ മസ്ക്
ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും മറ്റും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഡോച്ച് സംഘത്തലവൻ എലോൺ മസ്ക് ഇത് ഷെയർ ചെയ്തപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് എന്നത് കൂടിയാണ്. ചങ്ങല ബന്ധിച്ച് കാലിലും കയ്യിലും മറ്റും ആളുകളെ ചങ്ങലയിൽ ബന്ധിച്ച് വിമാനത്തിലേക്ക് കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. വിവിധ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം മെക്സിക്കോയും ബ്രസീലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നത്. അധികവും മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കാത്തവരായ നിരവധി ആളുകൾ അഫ്ഗാനിസ്ഥാനും ഇറാനും ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടിയുണ്ട്. ഇവരെയൊക്കെ പനാമയിലേക്ക് കടത്താനുള്ള ശ്രമം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 300ഓളം ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ പനാമയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണുകളും മറ്റും പിടിച്ചെടുത്താണ് അമേരിക്ക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്വന്തം രാജ്യങ്ങൾ ഇവരെ സ്വീകരിച്ചില്ലെങ്കിൽ പനാമയിലെ കനാൽ ഏറ്റെടുക്കുമെന്ന സമ്മർദ്ദം ചെലുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനിയും ഇതുപോലത്തെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ മാസവും 4-5 വിമാനങ്ങൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ക്രമീകരിച്ചിരിക്കുന്നത് എന്നറിയുന്നു. ഏതായാലും ഇത്തരത്തിൽ നേരത്തെ വലിയ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുന്നത് കൂടി കാത്തിരുന്ന് കാണണം. കാരണം നേരത്തെ വാർത്തകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ദൃശ്യങ്ങൾ വളരെ കൃത്യമായി പുറത്തുവിടുമ്പോഴാണ് ഇത് സ്ഥിരീകരണം ഉണ്ടാവുകയും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുക. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങൾ നൽകി.